അടുപ്പുകളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, അല്ലെ, വിറകുകളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പോ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോണേ. കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളത്തിലെ മാത്രം ആളുകളുടെ ചെലവ് 20% മുതൽ 30% വരെ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആർക്കും സാലറി കൂടിയിട്ടില്ല. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. 20 to 30% എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നികത്താനാണ് അവർക്ക് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമുണ്ട്. പക്ഷെ ആ എക്സ്ട്രാ ഇൻകം എങ്ങനെയുള്ള ഇൻകം ആയിരിക്കണം? എല്ലാവർക്കും ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി വിട്ടിട്ട് വേറെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റണം നിർബന്ധമില്ല. അവരുടെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആവണം. ഒന്നാമത് ക്വാളിറ്റി അതാണ് അതിന് വേണ്ടത്. അവർക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏർപ്പാടുണ്ട്, ആ ഏർപ്പാടിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കണം. 2, വലിയ മുതൽ മുടക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അവർക്ക് കയ്യിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരെ കയ്യിലും റിസർവ് ഇല്ല. നിങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. ഞാനല്ല പറഞ്ഞത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പറഞ്ഞത്. ഇന്ത്യയിലെ 70% ആളുകളുടെ കയ്യിലും സേവിങ്സ് ഇല്ല എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. സേവിങ്സ് ഇല്ല. ശരിയാണോ പറയുന്നത്? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സേവിങ്സ് ഇല്ല, നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ല. ഒരു 50,000 രൂപ ഹോസ്പിറ്റൽ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പനി വന്നിട്ടോ ആയിട്ട്, എന്തൊക്കെയോ പനികളാണ് വരുന്നത്, വായക്കൊള്ളാത്ത പേരുള്ള പനികളൊക്കെയാണ് വരുന്നത്. ഈ പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ 50,000 രൂപ ബില്ല് വന്നാൽ അത് കെട്ടാൻ നമ്മുടെ കയ്യിൽ കാശില്ല. എത്ര പേർക്ക് ആ കൈ പൊക്കണ്ട, എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപ ബാലൻസ് ഉണ്ട്? ഒന്നാം തീയതി ചോദിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നു സാർ, ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് പലരും പറയണത്. അപ്പൊ പോയിന്റ് ഇതാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ പുറത്തുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പൊ എന്താ അവർക്ക് വേണ്ടത്? അവർക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റണം. അവരുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അവർക്ക് വേണം. ആ മേഖലയാണ് നമ്മുടെ മേഖല എന്ന് പറയുന്നത്. ഇനി ജോലി ഉള്ളവരുടെ അവസ്ഥ എന്താ? പിരിച്ചുവിടലിന്റെ വാർത്തയാണ് ഇപ്പൊ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഓരോ സംഗതികളും, ഓരോ കമ്പനികളും ആളുകളെ പിരിച്ചുവിട്ടുണ്ടെങ്കിൽ ആളുകളെ പണിയെടുക്കാൻ ഇപ്പൊ ആവശ്യമില്ലെന്നേ. ഒരാളുടെ പണി, അല്ലെങ്കിൽ ഈ 10 പേരുടെ പണി ഒരു AI സോഫ്റ്റ്വെയർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ദേശീയ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു, അല്ലെ? പണ്ടൊക്കെ ഡിസൈനിങ് നമ്മൾ ആളെ വെക്കുമായിരുന്നു. ഇപ്പൊ ഡിസൈനിങ്ങിന് ആളെ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇന്ന് AI ഡിസൈൻ ചെയ്ത് തരും. ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു. ഇപ്പൊ കണ്ടില്ലേ, പിന്നെ മധുരയിൽ ഇരിക്കുന്ന ഷാനിഫ് റഹ്മാൻ എന്റെ കട്ടിങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഒന്നും കണ്ടില്ലേ? പക്ഷെ ഒരുമാതിരി ഒരു ഫോട്ടോ ആയിരുന്നു എൻ്റെത്. പോട്ടെ, അവനൊരു മുതലാളി ലുക്കും എന്റെ ഒരു ചീഞ്ഞ ലുക്കുമായിരുന്നു. അത് ഞാൻ പിന്നെ കൊടുത്തോളാം. അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ടെന്ന് വെച്ചാൽ, എന്തായാലും സംഗതി AI ചെയ്തു. കണ്ടവർക്ക് കുറെ പേര് വിശ്വസിച്ചു. അപ്പം സാറിന് കുറച്ച് സൗന്ദര്യം കുറവാണെന്ന് ആൾക്കാർ വിചാരിച്ചു. എനിക്ക് സൗന്ദര്യം ഉണ്ട്, നല്ല ഫോട്ടോ കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ. അപ്പൊ പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ചെയ്തു, AI പരിപാടികളൊക്കെ ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ അതിന്റെ ഡിസൈനിങ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? പണ്ട് വീടിന് പ്ലാൻ വരയ്ക്കണമെങ്കിൽ എഞ്ചിനീയർ വേണമായിരുന്നു. എഞ്ചിനീയർ ആവശ്യമില്ല, AI കൊടുത്ത് AI വരച്ചു. ആർക്കിടെക്ട് വേണമായിരുന്നു വീട് ഡിസൈൻ ചെയ്യാൻ, ഒരാവശ്യമില്ല. AI കൊടുത്ത് AI ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തത്. ഇന്റീരിയർ ഡിസൈനിങ് എന്ത് വേണം AI പറയും. ഇപ്പൊ നിത അംബാനി അല്ല, ഇഷ അംബാനി, അതായത് അംബാനിയുടെ മോള് പുതിയ കട തുടങ്ങുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ ആസ്പിറേഷൻസും കടകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾ കാണിച്ചു തരും. ഡ്രസ് ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. പകരം അവിടെ ചെന്ന് നിന്നിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ AI നിങ്ങൾ ആ ഡ്രസ് ഇട്ടാ എങ്ങനെ ഉണ്ട് എന്നുള്ള അടിപൊളിയായിട്ട് കാണിച്ചു തരും. മറ്റേ കണ്ണാടി വെക്കുമ്പോൾ മുഴുവൻ കാണാൻ പറ്റില്ലല്ലോ. ഇതൊരു ഇപ്പൊ എന്താ പറയാ, നല്ല ലുക്ക് ആണെന്നുള്ളതൊക്കെ കാണിച്ചത്. അങ്ങനെ ആ രീതിയിലേക്ക് സെയിൽസ്മാന്റെ ആവശ്യമില്ല, അല്ലെ? വലിയ വലിയ കാർ ഷോറൂമിന്റെ ആവശ്യമില്ല. ഇപ്പൊ കാറുകൾ ഓൺലൈനിൽ സെലക്ട് ചെയ്യാൻ, വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് തരും, നിങ്ങൾക്ക് വന്ന് കാർ മേടിക്കാം. ലോൺ വാങ്ങാൻ നിങ്ങൾ പിന്നെ എന്താ പറയാ, ബാങ്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെ? ഇപ്പൊ തന്നെ ഇല്ലേ ഗൂഗിളിലും ഫോൺ പേയിലൊക്കെ ലോൺ കൊടുക്കുന്ന പരിപാടി ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടില്ലേ? അപ്പൊ ലോൺ കൊടുക്കാൻ വേണ്ടി ഓടുന്ന എക്സിക്യൂട്ടീവ്സിന്റെ ജോലിയൊക്കെ പോയോ? ഇങ്ങനെ സമസ്ത മേഖലകളിലും ആളുകൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ജോലികൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷെ ഇതിന്റെ പിന്നെ എഫക്ട് ഭയങ്കര ഭീകരമാണ്.